ഇങ്ങനത്തെ ഓരോ നിയമങ്ങൾ വരുന്ന സമയത്ത് എന്തൊക്കെ നിയമങ്ങൾ മാറാണ്ടില്ല. സൗണ്ട് പ്രൂഫ് കയറ്റിയതിന് ശേഷം എന്താണ് മാറ്റം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മാസത്തെ എന്നിട്ട് പറയണ സർവീസിന് ശേഷം നമ്മുടെ അലോയി നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ്. വീഡിയോയിലേക്ക് കിടക്കാനായിട്ട് മുമ്പ് 1 മിനിറ്റ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. 2021 ജനുവരി 19 മുതൽ 23 വരെ ആമസോണിൽ ദ ഗ്രേറ്റ് റിപ്പബ്ലിക് ഡേ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സെയിലിന്റെ ഭാഗമായിട്ട് ഹോം ആൻഡ് കിച്ചൺ ഐറ്റംസിന് 70% ഓഫ്, അതേപോലെ തന്നെ ഇലക്ട്രോണിക്സിന് 40%, ഫാഷൻ 80%, ബുക്സ് ആൻഡ് ടോയ്സിന് 70% ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ക്യാഷ് കരോ ആപ്പ് ഉപയോഗിക്കുക. അപ്പൊ ഈ ഒരു ആപ്പ് വഴി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റിവാർഡ്സും അതേപോലെ തന്നെ ക്യാഷ് ബാക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. മിന്ത്ര, ആമസോൺ, അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ട് അത്തരത്തിൽ 1500 പരം റീറ്റെയിലേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷനിൽ ക്യാഷ് ഓൺ ഡെലിവറിയിൽ വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിൽ പർച്ചേസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. നമ്മൾ നോർമലായിട്ട് ചെയ്യണ പോലെ തന്നെ ഏത് പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേലിൽ കാണുന്ന സെർച്ച് ബോക്സിൽ ആ ഒരു പേര് അടിച്ചു കൊടുക്കുക. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ഓറഞ്ച് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ആ ഒരു ആപ്ലിക്കേഷനിൽ കയറാം. ഓർഡർ ചെയ്തതിന് ശേഷം എത്രത്തോളം റിവാർഡ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് വൗച്ചറും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷന്റെ മൈ ഏണിംഗ് സെക്ഷനിൽ അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ കിട്ടുന്ന റിവാർഡ് നിങ്ങൾക്ക് ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ഗിഫ്റ്റ് വൗച്ചർ ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടോ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾ സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 25 രൂപ ബോണസ് ആയിട്ടും കിട്ടും. ഇനി നമുക്ക് നമ്മുടെ വീഡിയോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. വ്ളോഗ് എന്ന് പറയുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് നല്ലൊരു 8ന്റെ പണി കിട്ടി. എനിക്ക് തോന്നുന്നു 2021 ആദ്യത്തെ 8ന്റെ പണിയാവാനാണ് ചാൻസ്. ഞങ്ങളിങ്ങനെ എറണാകുളം പോയി വരണ വഴിക്ക് ഒരു ബൈക്കിൽ 2 പേര് എന്താണ്ടായെന്നൊന്നും അറിയില്ല സ്കിഡ് ചെയ്ത് വന്നിട്ട് നമ്മുടെ നെക്സോണിൽ ഇടിച്ചു. നെക്സോണിൽ ഇടിച്ചു വെച്ചാൽ ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ചാൽ നമ്മൾ കാർ ഓടിക്കണമല്ലോ, പുറത്ത് കംപ്ലീറ്റ് പോയെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ അതേപോലത്തെ സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് സംഭവിച്ചതല്ല. വണ്ടിക്ക് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോവിയിൽ പൊട്ടി. ഇത് ഇവിടെ ഒരു ചിഹ്നൽ കണ്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു തേയ്മാനം, അതേപോലെ തന്നെ ഇവിടെയും. ഇത്രയാണ് ശരിക്കും പറ്റിയത്. പിന്നെ സൗണ്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി വന്ന് ഇടിച്ച ആകായത്തിൽ ഇതിൻ്റെ മഡ് ഗാർഡ് മറിഞ്ഞ് ടയർമേക്ക് കയറി. അപ്പോൾ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ ആദ്യം കാറ് നിർത്തിയില്ല, അതായത് എന്നിട്ട് പറയാ കാറിൽ നിന്ന് ഇറങ്ങിയില്ല നിർത്തിയിട്ട്. കാരണം എന്താ വെച്ചാൽ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഈ ഒരു ഏരിയ ഒക്കെ തൂങ്ങി കിടക്കാവുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ഒന്നും ഭാഗ്യത്തിന് വന്നില്ല. ഈ ഒരു ഭാഗത്തേക്ക് എഫക്റ്റേ ചെയ്തിട്ടില്ല. വണ്ടി സ്കിഡ് ചെയ്ത് വന്ന് ഇതും പിടിച്ചു. എന്നിട്ട് വണ്ടി സ്റ്റഡി ആയിട്ട് അവർ നിർത്താണ്ട് പോയി. തൃശ്ശൂരുകാർ തന്നെയാണ്. ഒരു R15 വെർഷൻ 2 ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഈ സ്റ്റോട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കറിയാമായിരുന്നു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടൊന്നും വലിയ ഉപകാരമില്ലാന്ന്. കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള കാരണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടിച്ചിട്ട് നിർത്താണ്ട് പോയതാണ് അവർ പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എറണാകുളത്തേക്ക് പോകാൻ പോവാണ്. എറണാകുളം ഓട്ടോമാൾ എല്ലാവർക്കും അറിയാം. അലോയ് വീലിനൊക്കെ നല്ല കളക്ഷനുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോയിട്ട് ഈ ഒരു അലോയ് വീല് ഫുള്ളും മാറ്റണമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ബൈക്കൊക്കെ ഓടിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കാട്ടോ, 2 പേർക്ക് ഹെൽമെറ്റ് ഉണ്ടാകുന്നില്ല. ഇപ്പോൾ നമ്മുടെ കാറിലങ്ങനെ വന്നിട്ട് വീണിട്ട് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ എനിക്ക് ഫുള്ള് നെഗറ്റീവായിരുന്നു. കാരണം എന്താ വെച്ചാൽ അങ്ങനെ വരുള്ളൂ. കാർ ഇടിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റിയെന്നുള്ള കാര്യത്തിലായിരിക്കും ചിലപ്പോൾ വാർത്തകളും കാര്യങ്ങളൊക്കെ വരാം. അപ്പം മിനിമം നിങ്ങൾ സ്പീഡ് എടുത്തോ, ജസ്റ്റ് ഹെൽമെറ്റ് വെച്ചിട്ടെങ്കിലൊക്കെ വണ്ടി ഓടിക്കുക. ബാക്കിലുള്ള ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് ഹെൽമെറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരെ എറണാകുളത്തേക്ക് ഗായ്സ്. ഒരു പൊരിഞ്ഞു വെയിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഓട്ടോമാളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ അലോയും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോണത്. ഇവിടെ അപ്പോൾ ഞാൻ ലാസ്റ്റ് വന്ന സമയത്ത് ഇവിടെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ അന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടാകുന്ന സൂര്യപ്രോ ഉണ്ട് കേട്ടോ. ഇവിടെ പുള്ളിക്കാരനാണ് നമുക്ക് അലോയും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് തന്നത്. ഇപ്പോൾ കുറേ അധികം സ്റ്റോക്ക് വന്നിട്ടുണ്ടല്ലേ. പുതിയ മോഡൽസും കൂടി കേറിയിട്ടുണ്ട്. അയ്യോ, ഇതൊക്കെ ശരിക്കും ചെയ്തോണ്ടേ അത് ഞാൻ കാണിച്ചിരുന്നു. മോമോ എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡിന്റെ അതല്ലേ. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് മോഡിഫിക്കേഷൻ വീല് പറഞ്ഞ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിന് പുറമേ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്നൊന്ന് നിങ്ങളെ ഓടിച്ച് കാണിക്കാം. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത്? ഇതൊക്കെ ഏതുണ്ടല്ലേ? പുതിയ മോഡല് താറിൻ്റെയും ക്രക്കയുടെയൊക്കെ വീല് വന്നിട്ടുണ്ട്. ഓ, ഇത്തരത്തിൽ ഒരുപാട് അലോയ്സും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷെ ഇതൊന്നുമല്ല നമ്മുടെ അലോയിന്റെ സെക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ലാസ്റ്റ് ഇട്ടത് 16 ഇഞ്ചിലെ. അപ്പൊ അത് ചോദിച്ച് ബഡ്ജറ്റ് ലെവലില് അന്ന് ബ്രോനോട് ഞാൻ പറഞ്ഞിരുന്നു. ഒരുപാട് ആ ഒരു ബഡ്ജറ്റ് നോക്കിയിട്ട് ആൾക്കാർ വിളിച്ചിരുന്നു. കുറച്ച് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ബ്രാൻഡ് നമുക്കൊന്ന് ഡൗൺ ഇതായിക്കണേ. ഇപ്പൊ വേറെ ബ്രാൻഡ് ആക്കി GTR Pro എന്ന് പറഞ്ഞിട്ടുള്ള. ഇപ്പൊ നമ്മൾ അന്ന് ഇട്ട അലോയ് ഇപ്പൊ വരുന്നില്ല. ഇല്ല, ഇപ്പൊ അത് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇപ്പൊ പകരം കൊടുക്കുന്നത് ഈ മോഡൽസ് ആണ്. നമുക്ക് ഇപ്പൊ നെക്സോൺ, അൾട്രോസ്, അങ്ങനത്തെ വണ്ടികൾക്കുള്ളതല്ലേ. ഈ ഇതിൽ ഈ 3 എണ്ണം ഇതിൽ ഏറ്റവും കൂടുതൽ വാങ്ങണ ഏതാ ശരിക്കും? ഇപ്പൊ നമുക്ക് ഈ മോഡലൊക്കെ നല്ല മൂവ്മെന്റ് ആയിട്ട് പോകുന്നുണ്ട്. നെക്സോൺ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നെക്സോൺ ഭംഗിയുണ്ടാവും, പിന്നെ സെറ്റ് ആവില്ല. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് ഇടാൻ പോണ അലോയ് എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പാണ് ഇടാ. ശരിക്കും ഇതിന് എത്ര റേറ്റ് വരുന്നുണ്ട്? വരുമ്പോഴേക്കും നമുക്കൊരു 32,000 നമ്മൾ ലാസ്റ്റ് ഇട്ടത് എത്ര 24 അങ്ങനെ ഉണ്ടെന്നുള്ളൂ. 26. പക്ഷെ ക്വാളിറ്റി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കളർ വാറന്റി ആയാലും
ബാക്കി എല്ലാം മെറ്റീരിയൽ യൂസ് ചെയ്തേക്കണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, എന്തായാലും എങ്ങനെയായിരിക്കും ഇത് നമ്മുടെ നെക്സോണിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭംഗി കാര്യങ്ങളെന്നൊക്കെ നമുക്കറിയാം. അതിന് പുറമെ വേറൊരു കാര്യം കൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നോർമലായിട്ട് വണ്ടികളിൽ നിന്ന് ഒരുപാട് നോയ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. സൗണ്ട് പ്രൂഫിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റപ്പ് അത് ഫുൾ വണ്ടി നമുക്ക് ബോഡി ഫുള്ള് ഡാമ്പ് ചെയ്യും. അതിനുള്ള മെറ്റീരിയലും കാര്യങ്ങളും ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരുപാട് പേര് ചെയ്തിറക്കുന്നുണ്ട്. സൗണ്ട് പ്രൂഫ് ചെയ്യണ കാര്യങ്ങൾ നമ്മളാണ് ഇപ്പൊ കൂടുതലായിട്ട് ചെയ്യണമെന്നുള്ളത്. മെറ്റീരിയലും കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ഐറ്റംസ് ഒക്കെ ചെയ്യണത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എന്റെ നെക്സോണിൽ അത് ഫുൾ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ ചെലവ് വരും? നമുക്കൊരു 4 ഡോറൊക്കെ ഡാമ്പ് ചെയ്തെടുക്കണമെങ്കിൽ വണ്ടിയിൽ എങ്ങനെയും 22,000 ആ ഒരു റേഞ്ച് വരില്ല. മെറ്റീരിയൽ അനുസരിച്ചിരിക്കോട്ടോ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സംഭവം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെയിലത്തൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഉരുകി ഇളകി പോകും. അത് ഞാൻ ആ മെറ്റീരിയൽ കാണിച്ചു തരാം. അതിപ്പോ ഓൺലൈനൊക്കെ ഇപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഓൺലൈൻ ഈ സാധനം പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ അടുത്ത് അത് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറയും ഫിക്സ് ചെയ്ത് തരാം. പക്ഷെ ഇങ്ങനത്തെ ഒരു കംപ്ലൈന്റ് അതിൽ വരും എന്ന് പറയും. ഇപ്പൊ നമ്മുടെ മോഡിഫിക്കേഷൻ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം നമ്മൾ ചെയ്യും, പക്ഷെ ഇപ്പോഴല്ല കാശാകുമ്പോഴേ ഇപ്പോഴും കാശായിട്ടൊന്നുമില്ല. എന്ന് വെച്ചാൽ ഞാൻ ഏത് വണ്ടിയിലാണെങ്കിലും സൗണ്ട് പ്രൂഫ് ചെയ്ത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. ബോഡി ക്വാളിറ്റി ആണെങ്കിലും നമുക്ക് അതിന്റെ സൗണ്ട് ഫുള്ള് നല്ലൊരു വ്യത്യാസം വരും. സൗണ്ട് പ്രൂഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ കൈ കൊടുക്കാൻ ചെയ്യണമെന്ന് ശരിക്കും നല്ലത്. എന്തായാലും ഏത് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പക്ഷെ ഒരുപാട് പേർക്ക് പറയാം എങ്ങനെയാണ് സൗണ്ട് പ്രൂഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റി വ്യത്യാസം വന്നത്. അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ ചെയ്തിറക്കുന്നുണ്ട്. നമ്മളെടുത്ത് ചോദിച്ചൊന്ന് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് അല്ലേ? ഈ ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ ഡോറിലൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പൊ ഇതുകൊണ്ട് വെയിറ്റ് കൂടില്ലേ? ബോഡി വെയിറ്റ് കൂടും. സ്റ്റെബിലിറ്റി കൂടില്ല അപ്പൊ വണ്ടിയുടെ സ്റ്റെബിലിറ്റിയും കൂടും. ഇഷ്ടംപോലെ വണ്ടി നമ്മൾ ചെയ്തിറക്കലാണ്. മൈലേജ് കുറവ് ചെറിയ രീതിയിൽ, കാരണം ഫുൾ ബോഡി അല്ല നമ്മൾ ഫുൾ ആയിട്ട് ചെയ്യണ്ട, നമ്മള് ഡോറിൽ മാത്രമാണ് ചെയ്യുന്നത്. അറിയാവുന്നവർ ചെയ്യുമ്പോഴേക്കും റൂഫ് ചെയ്യും, പിന്നെ അതുപോലെ തന്നെ ഫ്ലോർ ചെയ്യും. അങ്ങനെ ഒരുപാടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ വെയിറ്റ് കൂടും. വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് മൈലേജിലും പെർഫോമൻസിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. പക്ഷേ പെർഫോമൻസിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ബോഡി ഫുള്ള് ക്വാളിറ്റി വ്യത്യാസം വരില്ല. അപ്പൊ അതും കൂടെ നമ്മൾ എന്തായാലും ഇന്നത്തോടു കൂടി ചെയ്യാന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ ഇത്ര ദൂരം എന്തായാലും വന്നാലേ. പിന്നെ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അയ്യോ വൺ സെറ്റപ്പില്ല ആയി. നമുക്ക് ഇങ്ങനെ ഒരു ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വിചാരിച്ചു വേണ്ട. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അലോയില്ലേ അലോയി മാറിയിട്ട് വണ്ടിയുടെ ലുക്ക് ഒന്ന് കാണിക്കട്ടെ. അതിന് മുമ്പ് ഞാനത് നമ്മുടെ ഇപ്പോഴത്തെ നെക്സോണിന്റെ ആ ഒരു ലുക്ക് നിങ്ങളെ കാണിക്കാം. ഇപ്പോഴത്തെ അലോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇത് ഈ ബോഡിനോട് മാച്ച് ചെയ്യണ തരത്തിലാണ് ഞാൻ അന്ന് സെലക്ട് ചെയ്തത്. ഇപ്പോൾ സെലക്ട് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ 6 മാസത്തെ എന്നിട്ട് പറയണ സർവീസിന് ശേഷം നമ്മുടെ അലോയി നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സംഭവം ഇവിടെ തന്നെ നമ്മൾ എക്സ്ചേഞ്ച് അടിച്ചു വിട്ടു. അപ്പോൾ ഇവരിത് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി നമ്മുടെ നെക്സോണിൻ്റെ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം അലോയി കണ്ട സമയത്ത് കാര്യമില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ വേറെ ലെവലായിട്ടാ. ഓക്കെ മോനെ പൊളിച്ചല്ലേ, വണ്ടിയുടെ ഫുള്ള് ലുക്ക് മാറി. അയ്യോ പക്ഷെ എനിക്ക് ആ ബ്ലാക്ക് അലോയും ടയറൊക്കെ ഒരേ കളറായ കാരണം ഭയങ്കര വലിപ്പം ഫീൽ ചെയ്തോർന്നു. ഇപ്പോൾ ഭയങ്കരമായിട്ട് ചെറുതായി പോയോ എന്ന് ചെറിയൊരു ഡൗട്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻ്റ് ആയിട്ട് ഇടാം. അപ്പോൾ ഞാനിനി വേറെ ഏതെങ്കിലും അലോയിൽ മാറണം എന്നുണ്ടെങ്കിൽ ആ മോഡലും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടാം. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു അലോയും കൂടെ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് പ്രൂഫ് അല്ല. അപ്പോൾ ഇതിൻ്റെ ഈ ഡോർ പാഡുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഈ ഗ്യാപ്പിലൊക്കെ നമ്മളത് ഫില്ല് ചെയ്യും. അതായത് ഇങ്ങനെ തട്ടുന്ന സമയത്ത് ഒരു ഫൈബർമ തട്ടണ പോലത്തെ ഒരു സൗണ്ടില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തകരയെ വിട്ട് തട്ടുന്ന ശബ്ദം പോലെ ഇരിക്കുന്നു. നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ തട്ടി കഴിയുമ്പോഴേക്കും അത് നമുക്ക് ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട്. കാരണം ഈ നല്ല സ്പീക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് എന്തായാലും വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ശബ്ദം വന്നെ. അപ്പോൾ ഇതിന്റെ പോലെ തന്നെ ഈ ഡോർ പാഡിന്റെ സൗണ്ടും കൂടി പുറത്തേക്ക് വരില്ല. ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് ഭയങ്കര നോയ്സ് ആയിട്ട് നമുക്ക് പോകും. ഓക്കെ, ഇതിപ്പോ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് മൊത്തം ഇത് മാത്രമല്ല ഹോളും കാര്യങ്ങളെല്ലാം സൗണ്ട് പ്രൂഫ് ചെയ്യും. അത് കഴിയുമ്പോൾ നമുക്ക് ഫീലിംഗ് തന്നെ വ്യത്യാസം വരുന്നില്ലേ? ഓ, അതായത് നമ്മൾ ഈ ഒരു സംഭവം ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണ കാര്യമല്ല പറയണത്, ഈ ഒരു സംഭവം ഒട്ടിക്കും നമ്മളിവിടെ ഒക്കെ. അപ്പൊ ഒന്നുകൂടെ ഒന്ന് വെയിറ്റും കാര്യങ്ങളൊക്കെ ഡോറിന്റെ കൂടും. ഫസ്റ്റ് ലെയർ ആണ് ചെയ്തേക്കുന്നത്. സെക്കൻഡ് ലെയർ ഫുള്ള് ചെയ്ത് ഈ ഹോളും ഈ ഗ്യാപ്പ് എല്ലാം അടഞ്ഞു പോകില്ല. ഏകദേശം ഒരു 4 മണിക്കൂറല്ലേ? 4 hours എന്തായാലും. ഓക്കെ, അപ്പൊ ഞാൻ ആ പണി മൊത്തം കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ. അതായത് എങ്ങനെയാണ് ആ ഒരു ഫീലിംഗ് എന്ന് ഞാൻ പറഞ്ഞുതരാം.
സൗണ്ട് പ്രൂഫ് കയറ്റിയതിന് ശേഷം എന്താണ് മാറ്റം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അലോയ് വീല് മാറിയതുകൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് വണ്ടിക്ക് വെയിറ്റ് കൂടിയ പോലെ അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റെബിലിറ്റി കൂടിയ പോലത്തെ ചെറിയൊരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ എന്താ നോയ്സും കാര്യങ്ങളൊന്നും തീരില്ല കേട്ടോ. അതായത് ഒരു കിറെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡോർ സൈഡിൽ നിന്നുള്ള എല്ലാ നോയ്സും കാര്യങ്ങളൊക്കെ ഒഴിവായിട്ടുണ്ട്. എഞ്ചിൻ നോയ്സ് ഒരു തരി പോലും ഗ്ലാസ് കയറ്റിയിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്കില്ല. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളും മാറ്റങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷേ സ്റ്റെബിലിറ്റിയിൽ അതായത് വണ്ടി വെയിറ്റ് കൂടിയ പോലത്തെ ചെറിയൊരു ഫീലിംഗ് ഉണ്ട്, വണ്ടി മൊത്തത്തിലൊന്ന് താന്ന പോലെ. അപ്പോൾ ചെയ്യാൻ പുതിയ വണ്ടിയൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നോയ്സും കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൾറെഡി പഴയ വണ്ടിയുള്ളവർക്ക് ഡോർ സൈഡിൽ നിന്നൊക്കെ നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്യാം. ഏകദേശം 1600 രൂപയാണ് ഒരു ഷീറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ഏകദേശം ഒരു 20,000 രൂപയുടെ അടുത്തൊക്കെ ശരിക്കും നിങ്ങളുടെ കാറിൻ്റെ സൈസിനനുസരിച്ച് വരും. അത്തരത്തിലാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നമുക്ക് എവിടെ വേണമെങ്കിൽ, അതായത് റൂഫിലോ ഡോർ സൈഡിലോ ബാക്കിൽ ബോണറ്റിലോ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ട് അവിടുത്തെ പരമാവധി നോയ്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ വണ്ടിയുടെ കോലം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാടത്ത് കൊണ്ടുവന്നിട്ട് കേട്ടോ വണ്ടി കണ്ട സൈഡിൽ നിന്നുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട. പിന്നെ ഇന്ന് 17-ാം തീയതിയിൽ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. അതായത് ഇന്നലെ മുതൽ നിയമങ്ങളൊക്കെ കർശനാക്കിയില്ലടാ. നമ്മുടെ എന്നിട്ട് സ്ക്രീൻ ഓപ്പറേഷൻ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിലാണെന്ന് നമ്മൾ നല്ല ഭംഗിയായിട്ട് ബ്ലാക്ക് കളറിൽ കൂൾ ഫിലിമും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ 17-ാം തീയതി മുതൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ കർശനമാണ്. കൂൾ ഫിലിം അടിച്ചിട്ടുള്ളവരും കാർട്ടൺ ഇട്ടിട്ടുള്ളവരും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കൈ കാണിച്ചിട്ട് നിങ്ങൾക്ക് ആ എഴുതി തരുന്ന പരിപാടിയൊന്നുമില്ല. നിങ്ങളിപ്പോൾ റണ്ണിങ്ങിലാണെങ്കിൽ പോലും നിങ്ങളെ MVD അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും പോലീസുകാരോ പോലീസ് ജീപ്പൊക്കെ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നിലുണ്ടെങ്കിൽ അവർക്ക് ഈച്ചലാന്ന് പറയും. അതായത് പരിവാഹൻ്റെ കീഴിലാണല്ലോ ഇപ്പോൾ എല്ലാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഫൈൻ അവർക്ക് ഓൺലൈനായിട്ട് ഇട്ട് തരാനുള്ള ഒരു സൗകര്യമുണ്ട്. നിങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരുമ്പോഴായിരിക്കും നിങ്ങളതറിയാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവർ നൈസായിട്ടൊന്ന് റിമൂവ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ നല്ല 8ൻ്റെ പണി കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ നെക്സോണിൻ്റെ അവസാനത്തെയാണ് കേട്ടോ. നിങ്ങൾ മൊത്തത്തിലൊന്നും കണ്ടോ ഈ ഒരു ഭംഗി. ഇത് ഇങ്ങോട്ട് പറിച്ച കളയണോടുകൂടി എന്തായാലും പകുതി ഭംഗി കുറയുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. എന്താണല്ലേ അപ്പോൾ അതിനൊരു കാരണം കൂടെ പറയുന്നുണ്ട് കേട്ടോ, സേഫ്റ്റീനെ ബാധിക്കുന്ന തരത്തിൽ. അതായത് നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആക്സിഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്ലാസ് ശരിക്കും പൊടിയായിട്ടാണ് പോവുക. അതായത് കഷ്ണങ്ങളായിട്ട് പൊട്ടി വീഴാണ് ചെയ്യുക, അല്ലാണ്ട് മൂർച്ചയുള്ള തരത്തിലേക്ക് ആവില്ല. അപ്പോൾ കൂൾ ഫിലിം ഇതിൻ്റെ ബാക്കിലുണ്ടെങ്കിൽ എന്തുണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൊട്ടലുണ്ടായിരിക്കില്ല എന്ന്. അതായത് ഇതുമ്മ തന്നെ അത് പറ്റിപ്പിടിച്ചിരിക്കും, നമുക്ക് പൊളിച്ചിട്ട് ഉള്ളിൽ കയറാൻ പറ്റില്ല എന്നൊക്കെയാണ് ശരിക്കും അത്തരത്തിലാണ് പറയണത്. ഈ പൊടിഞ്ഞു പോണ അവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കൂൾ ഫിലിം പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇപ്പോൾ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് പ്രശ്നമാണെന്ന് എല്ലാവരും പറയണത്. ഇത് പിന്നെ ഇതൊക്കെ നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണെന്ന് ആലോചിക്കുമ്പോഴാണ് കുറച്ചൊരു സമാധാനം. അപ്പോൾ നമ്മൾ പറക്കല്ലേ, റോഡും കാര്യങ്ങളൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര കർശനമാണല്ലേ. ഓൾറെഡി കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു കൂൾ ഫിലിം എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ മിററും കാര്യങ്ങളൊക്കെ താഴ്ത്താം. അതായത് ഇതേവരെ കൂൾ ഫിലിം ഒട്ടിച്ചിട്ട് പറിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. എന്നിട്ട് നൈസായിട്ട് അങ്ങോട്ട് പറിച്ചങ്ങോട്ട് എടുക്കുക. പറിക്കുന്ന സമയത്ത് ഗ്ലാസ് പൊട്ടാണ്ട് നോക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വല്ലാണ്ടൊക്കെ ബലം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം പൊട്ടി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊക്കെ ശരിയാക്കിയാണ് ചാത്താ. പൈസ അപ്പുറത്തെടുത്തോ ചേട്ടാ. ഇത് ഇവിടെ നിന്ന് ഒരു എജ്ജാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. നൈസായിട്ട് നികത്തോണ്ട് അങ്ങോട്ട് വലിച്ചെടുക്കുക. ഇങ്ങനത്തെ ഓരോ നിയമങ്ങൾ വരുന്ന സമയത്ത് എന്തൊക്കെ നിയമങ്ങൾ മാറാണ്ടില്ല. നിസ്സാരൊരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. അത് ഈ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും രാത്രി കത്തില്ല കേട്ടോ, പൊട്ടിയിട്ട് കിടക്കണത്. എൻ്റെ വീടിൻ്റെ അവിടെ വെറുതെ അവർക്ക് ഒരു വീടിന് കുറ്റം പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി അവർക്ക് നല്ല രീതിയിലുള്ള ടാർഗറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇത് വേണ്ടേ. അപ്പം നമ്മളങ്ങനെ നിയമം തെറ്റിച്ച് ഇത്ര ആൾ വണ്ടി ഓടിച്ചു. അപ്പം നമ്മളായിട്ട് തന്നെ അത് തിരിച്ചിട്ടുണ്ട്. നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഉള്ളൊരു കാര്യമായതുകൊണ്ടാണ് നമ്മളങ്ങനെ ആ ഒരു തരത്തിലേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ നമ്പർ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് വണ്ടി ഓടിക്കണ്ടല്ലോ അല്ലേ. അവസാനത്തെ ഡോർമറ്റാണ് നമ്മളിപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ വണ്ടിയുടെ ലുക്കിന് വേറെ ഡാമേജസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. അതായത് മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അതായത് ഈ സംഭവം ഇല്ലെങ്കിലും വണ്ടിക്ക് വേറെ എന്തിട്ടാ നൈസല്ലേ, സെറ്റാണ്. ഉണ്ടോ ആയി ഞാൻ വിചാരിച്ച് ഭയങ്കര ബോറാവുന്നുണ്ടോ, വേറെ സീനും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ നമ്മളിനിപ്പോൾ ഈ ഒരു വേനൽക്കാലമാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ചൂടെടുത്തടി ഉള്ളിലിരിക്കണം എന്ന് മാത്രം. ആ ഒരു കൂളിംഗ് അങ്ങോട്ട് കുറയും, അത് മാത്രമാണ് ബുദ്ധിമുട്ട്. ഇപ്പോൾ നല്ല വെയിലുള്ള സമയത്തൊക്കെ വണ്ടി ഓടിക്കണവർക്ക് അറിയാം. ചിലപ്പോൾ സൈഡിൽ നിന്നായിരിക്കും നമ്മുടെ മൂത്തിക്ക് വെയിലടിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്നാണ് വെയിലടിക്കുക. വെയിൽ മാത്രമല്ല, ഭയങ്കരമായിട്ട് ഒരു ചൂടോടുകൂടിയിട്ടുള്ളൊരു വെയിലാണ്. അപ്പോൾ അതൊക്കെ ഇനിയും പഴയതുപോലെ തന്നെ അനുഭവിച്ചുകൊണ്ട് വണ്ടി ഓടിക്കണം എന്ന് മാത്രം, വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ എല്ലാവരും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. കൂൾ ഫിലിമും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതൊന്ന് ഇതാക്കുക. കാരണം എന്താ വെച്ചാൽ കുറേ ഫൈൻ ഇട്ടതിന് ശേഷം
MVD പിടിച്ച് ഇത്തരത്തിലുള്ള കൊള്ള അടിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഹാഷ്ടാഗ് ഇടുക അല്ലെങ്കിൽ വീഡിയോ എന്നായിട്ടും ബെറ്ററാണ്. അത് പിടിക്കാണ്ടിരിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കൽ. ഇപ്പം നമ്മൾ എന്ത് ചെയ്താലും കോടതി വിധിയാണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ പുതിയ നെക്സോണിന് കിട്ടിയ ടിൻ്റെ പണികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞത് ഈ ഒരു സംഭവം ശരിക്കും അതൊരു വലിയൊരു ആക്സിഡൻറ്റ് പോലെ ആവേണ്ടതായിരുന്നു. എന്തോ ഭാഗ്യം, എൻ്റെയോ അല്ലെങ്കിൽ ആ പിള്ളേരുടെ ഭാഗ്യം കൊണ്ടാണ് എൻ്റെ വണ്ടിയുടെ അലോയി പൊട്ടിയിട്ട് ആ ഒരു ആക്സിഡൻറ്റ് അതോട് കൂടിയിട്ട് അവസാനിച്ചത്. അപ്പോൾ നിലവിൽ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ അടുത്തത് ഒരു റിവ്യൂ വീഡിയോ ആണ്, എന്തായാലും ആ ഒരു വീഡിയോയിൽ കാണാം. ബൈ. നമുക്ക് ഗ്ലാസ് മന്നി കൂൾ ഫിലിം പറിച്ചാണ് ഞാൻ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു 8ൻ്റെ വേറൊരു പണിയാണ്. ഭയങ്കരമായിട്ട് ഇത് പറയണ പോലത്തെ ഒരു സൗണ്ടില്ലേ, അത് ഇതുമായി പശപ്പ് എപ്പോഴും നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് 1 രൂപയുടെ ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പൂ ഒക്കെ ഇല്ലേ, അതൊക്കെ എടുക്കുക. ജസ്റ്റ് ഒന്ന് തുണിയുമാക്കിയിട്ട് നല്ല പോലെ ഈ പശ ഒന്ന് ഉരച്ച് കഴുകാം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് ഒരുപാട് തവണ താഴ്ത്തും പൊക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുമ്മ സ്ക്രാച്ച് വീഴാനും ഇതിൻ്റെ താഴത്തെ വൈപ്പർ കംപ്ലൈൻറ്റ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാവരും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക.